ടാറ്റ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസാണ്. കമ്പനിയുടെ പാദഫലം ലഭ്യമായിട്ടുണ്ട്. നമുക്ക് ഏതായാലും ആ ഒരു പാദഫലത്തിലോട്ട് പോകാം. റവന്യൂ നോക്കുമ്പോൾ 6.5% ഉയർച്ച രേഖപ്പെടുത്താൻ ടാറ്റ കമ്മ്യൂണിക്കേഷന് സാധിച്ചിട്ടുണ്ട്. 6100 കോടിയാണ് ഇത്തവണത്തെ റവന്യൂ ആയിട്ട് കമ്പനി രേഖപ്പെടുത്തിയത്. 5728 കോടിയിൽ നിന്നാണ് ഇത്തവണ റവന്യൂവിൽ 6.5% ഉയർച്ച രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചത്. എബിറ്റ് നോക്കുമ്പോൾ 3.9% ഉയർച്ചയിൽ 1174 കോടിയാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർജിൻ 19.2% എന്ന രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു Q1 19.7% എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19.4% ഒരു ഇടിവാണ് നമുക്ക് കാണുന്നത്. 183 കോടിയാണ് ഇത്തവണത്തെ നെറ്റ് പ്രോഫിറ്റിൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നെറ്റ് പ്രോഫിറ്റിൽ ഒരു ഇടിവും റവന്യൂവിൽ ഒരു നേട്ടവും രേഖപ്പെടുത്തുന്ന ഒരു Q2 റിസൾട്ടാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കാം. ഓഹരിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഈ ഒരു ക്ലോസിങ്ങിനോട് അടുക്കുമ്പോൾ 4% അടുത്തൊരു നേട്ടം രേഖപ്പെടുത്താൻ ടാറ്റ കമ്മ്യൂണിക്കേഷന് സാധിക്കുന്നുണ്ട്. 1948 എന്നൊരു പ്രൈസിലാണ് ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് കാണുന്നത്. ഓഹരി സംബന്ധിച്ച് ഈ ഒരു മാസത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിയുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല വലിയ രീതിയിലൊരു വോളിയം ട്രേഡിംഗ് ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്തായിട്ട് തന്നെയാണ് നിലവിലത്തെ ഒരു ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു മാർച്ച് മാസത്തിന് ശേഷം 2025 മാർച്ചിന് ശേഷം ഏതായാലും ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്ന രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ ഓഹരി നടത്തിക്കൊണ്ടിരിക്കുന്നത്.